ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു സമാധാന പാർട്ടിയാണെന്നാണ് ലീഗ് നേതാക്കളും അണികളും അവകാശപ്പെടുന്നത്. എന്നാൽ വടക്കേ മലബാറിലെ ഇക്കൂട്ടരുടെ പ്രവർത്തികൾ വിലയിരുത്തിയാൽ ലീഗ് ഇതുവരെ ചെയ്തിട്ടുള്ള കൊലകളും അക്രമങ്ങളും പരിശോധിച്ചാൽ സമാധാനം എന്ന വാക്ക് ലീഗിന്റെ അയലത്ത് പോലും എത്തിയിട്ടില്ല എന്ന് കൃത്യമായി മനസ്സിലാകും. അഴിമതിയും സ്വജനപക്ഷപാതവുമായി നേതാക്കൾ ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ അക്രമവും ആഭാസവുമായി അണികൾ മറുവശത്ത് നിൽക്കുന്നു. ചാരിറ്റിയുടെ പേരിൽ പണപ്പിരിവും ധൂർത്തിനായി അഴിമതിയും നടത്തുന്ന ലീഗ് നേതാക്കൾക്ക് അക്രമപാതയിലുള്ള തങ്ങളുടെ അണികളെ നിയന്ത്രിക്കാൻ ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷവും പച്ചപ്പട എന്ന പേരിൽ ലീഗ് അണികൾ നാട്ടിൽ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരം ചെറുതല്ല. വോട്ട് ചെയ്യാത്തവരെ വീട് കയറി ആക്രമിക്കുക, സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുക, എന്തിനേറെ സോഷ്യൽ മീഡിയയിൽ പ്രശസ്തനായ ഒരു കുഞ്ഞിന്റെ വീട്ടിൽ പോലും ആ കുടുംബത്തിന്റെ ഇടത് അനുഭാവത്തിന്റെ പേരിൽ ഈ സമാധാനവാദികൾ തനി താന്തോന്നിത്തരമാണ് കാട്ടിക്കൂട്ടിയത്. ജയ് ശ്രീരാമിന് പകരം അള്ളാഹു അക്ബർ മുഴക്കുന്ന അതേ സംഘപരിവാർ മനോഭാവമാണ് ആട്ടിൻതോലണിഞ്ഞ ലീഗെന്ന തെമ്മാടിക്കൂട്ടത്തിന്. ഇന്നലെ കാഞ്ഞങ്ങാട് യൂത്ത് ലീഗ് അക്രമികൾ ഇടനെഞ്ചിൽ കത്തിതാഴ്ത്തി കൊന്നുകളഞ്ഞ അബ്ദുൾ റഹ്മാന്റെ കുറ്റം ആ ചെറുപ്പക്കാരൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു എന്നതാണ്. സ്വന്തം ശക്തി കേന്ദ്രത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തനം പാടില്ല എന്ന ലീഗിന്റെ തിട്ടൂരത്തെ അവഗണിച്ചു എന്നതാണ് അബ്ദുൾ റഹ്മാൻ ചെയ്ത തെറ്റ്. ഗർഭിണിയായ ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം കടം വാങ്ങാൻ പോയി വന്ന അബ്ദുൾ റഹ്മാനെ വഴിവക്കിൽ തടഞ്ഞു നിർത്തി ഇടനെഞ്ചിൽ കഠാര താഴ്ത്തുന്നതാണോ ലീഗിന്റെ സമാധാനം? അരിംകൊല നടന്ന് ഇത്ര നേരം കഴിഞ്ഞിട്ടും 3 യൂത്ത് ലീഗ് പ്രവർത്തകർ അറസ്റ്റിലായിട്ടും പ്രതികളെ തള്ളിപ്പറയാനോ കൊലപാതകത്തിൽ അപലപിക്കാനോ പാണക്കാട്ടെ തങ്ങളോ കുഞ്ഞാലിക്കുട്ടിയോ MK മുനീറോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇവർ തള്ളിപ്പറയുകയുമില്ല. തങ്ങൾ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന യൂത്ത് ലീഗ് ഗുണ്ടകളെ തള്ളിപ്പറയാൻ മൂത്ത ലീഗുകാർ തയ്യാറാകില്ല. അതിന്റെ കാരണങ്ങൾ ഈ ചിത്രങ്ങൾ പറയും. പ്രതികൾ മുന്തിയ നേതാക്കൾക്കൊപ്പം വിലസി നിൽക്കുകയാണ്. ഒരു നേതാവും തള്ളിപ്പറയില്ല ഈ കാപാലികരെ, കൂടുതൽ ചേർത്ത് പിടിക്കുകയേ ചെയ്യുള്ളൂ. പച്ച നിറത്തിൽ വേഷമിട്ട് പകരം വെക്കാനില്ലാത്ത പാർട്ടിയാണ് നമ്മളെന്ന് ഒപ്പന പാടിയാൽ തീരുന്നതല്ല ലീഗിന്റെ ഉള്ളിലെ ക്രൗര്യവും മനുഷ്യത്വമില്ലായ്മയും. സമൂഹ മാധ്യമങ്ങളിൽ ലീഗ് അണികളുടെ പച്ചത്തെറിയും ഭീഷണിയും ഇന്നൊരു സാധാരണ സംഭവമാണ്. ആരും നിയന്ത്രിക്കാനില്ലാത്ത വെട്ടുക്കിളി കൂട്ടമായി യൂത്ത് ലീഗിന്റെയും MSFന്റെയും പ്രവർത്തകർ അധപ്പതിച്ചിരിക്കുന്നു. പാർലമെന്റിൽ മുത്തലാഖ് ബിൽ അവതരിപ്പിക്കുമ്പോൾ ബിരിയാണി ചെമ്പിന് പിറകെ പോയ ഒരാൾ കേരളത്തിലേക്ക് എത്തുന്നു എന്ന വാർത്ത കൊലയിലൂടെ ആഘോഷിക്കാനാണ് ലീഗ് അണികൾ ശ്രമിക്കുന്നത്. മുസ്ലിം ലീഗ് ഉന്നത നേതൃത്വത്തിന്റെ അറിവും സഹായവും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട്. പാർട്ടിയുടെ പേരിൽ മുസ്ലിം എന്നുള്ളത് കൊണ്ട് ആ സമുദായത്തിൽപ്പെട്ടവരെ മുഴുവൻ ഹൈജാക്ക് ചെയ്ത് തങ്ങളാണ് സംരക്ഷകരെന്ന് വരുത്തി തീർക്കുന്ന ഗൂഢതന്ത്രം ഇനി കേരളത്തിൽ വിലപോകില്ല. നിങ്ങളുടെ മുഖംമൂടി കീറിയെറിയപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് എന്ന ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ നിങ്ങളുടെ നെറുകേടുകൾ ചോദ്യം ചെയ്യാൻ കഴിവുള്ള ഉജ്ജ്വല വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും ഇവിടെ ബാക്കിയുണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. കാഞ്ഞങ്ങാട്ടെ അബ്ദുൾ റഹ്മാന്റെ രക്തസാക്ഷിത്വത്തിന് ലീഗ് മറുപടി പറഞ്ഞേ തീരൂ. കപട പുഞ്ചിരികൾക്കുള്ളിൽ ലീഗ് ഒളിപ്പിച്ചു വെക്കുന്ന കഠാര ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന കാലവും വിദൂരമല്ല.